ന്യൂസ്. മിന്നൽ വാള പ്രണയ നൈരാശ്യം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. ഇവനൊക്കെ ഭ്രാന്താണെന്ന് തോന്നുന്നു. അതെന്തോ തമ്പി അത്രയ്ക്ക് വിഷമം കാണുന്നു, അതുകൊണ്ടാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പെട്രോളിന് ഇത്രയും വില നിൽക്കുമ്പോഴേ ഇവന് മണ്ണെണ്ണ ചോദിച്ചാ പോരെ, വെറുതെ പൈസ കളഞ്ഞില്ലേ. ഹലോ ഹലോ, ചെവിയായിട്ടൂടെ? പത്രത്തിലാ ശ്രദ്ധ. പത്രത്തിനകത്ത് ഇറങ്ങിയിരുന്നാണ് വായിക്കുന്നത്. കേറിപ്പോ അത്. രാവിലെ അവന് ഇന്ന് സേവനമൊന്നും ഇല്ലടേ. ഇന്ന് സേവനം വീട്ടിലാക്കാന്ന് വെച്ച്. വീട്ടിലെ കാര്യങ്ങളും ചെയ്യാമല്ലോ, എവിടെയെങ്കിലും ചെയ്താൽ മതിയല്ലോ സേവനം. സാറിന് എന്തെങ്കിലും സേവിക്കാനുണ്ടോ? അല്ല, എന്റെ സേവനങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട്. അതിന് ആരെയും ഔദാര്യം എനിക്ക് വേണ്ട. കണ്ട എന്റെ വണ്ടി ഞാൻ കഴുകുന്നു, ഞാൻ ജോലിയാണ്, വെറുതെ ഇരിക്കല്ല. അതുപോലെ മാത്യൂസേ, ഹെൽമെറ്റ് ഒന്നും ഇല്ലടേ. ഓ, ഒന്നും പറയണ്ട സാറേ, തിരക്കിനിടയ്ക്ക് ഹെൽമെറ്റ് എടുക്കാൻ അങ്ങ് മറന്നുപോയി. അത്ര നല്ല മറവല്ല അത്. അവസാനം പിന്നെ ഓർക്കാനും മറക്കാനും തല കാണൂല. എന്താ വിശേഷം എന്താ? ഞാൻ ഒരു വസ്തു തർക്കമായിട്ട് വന്നാ ഒന്ന് പരിഹരിക്കാനേ. എന്നാ കണ്ടിട്ട് വാ. ഏത് വസ്തുണ്ട് കേസ്? അയ്യോ, ഞാൻ നേതാവിനെ കാണാൻ വന്നതല്ല. ഞാൻ തങ്കവമ്പറെ കണ്ടിട്ട് ഒരു കാര്യം ബോധിപ്പിച്ചാൽ ഒന്ന് ഒത്തുതീർപ്പിലെത്തിക്കാൻ വേണ്ടി വന്നു. ആരാ തങ്കത്ത് കാണാൻ വന്നേ? തങ്കവമ്പറെ കണ്ടട്ടെ. അത് ശരി, തങ്കത്തിന്റെ കാര്യമുള്ളൂ. എന്നാലേ തങ്കം മെമ്പറേ, വന്നേ. മെമ്പറെ നമസ്കാരം. നമസ്കാരം. ഞാനേ നമ്മുടെ ആ വസ്തുവിനകത്തൊന്ന് മതിൽ കെട്ടാൻ തീരുമാനിച്ചായിരുന്നു. അന്നേരം ആ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആ വ്യക്തി പുരുഷോത്തമൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പാരാത്രി വന്നിട്ട് ആ സർവേ കല്ല് മാറ്റിയിട്ടിട്ട് മതിൽ കെട്ടാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ നട്ട തെങ്ങാണെന്ന്, ആ തെങ്ങ് അദ്ദേഹത്തിന്റെ ആണെന്നാ പറയുന്നത്. പക്ഷെ അത് എന്റെ വസ്തുവിനകത്താണ് നിൽക്കുന്നത്. അതെങ്ങനെങ്കിലും മേഡം വന്ന് അവിടെ ഒന്ന് ഒത്തുതീർപ്പിലെത്തി തരണം. കാരണം എനിക്ക് ഈ നാട്ടുകാരുമായിട്ടൊന്നും ഈ പ്രശ്നത്തിനൊന്നും എന്നെ കൊണ്ട് വയ്യ. കാരണം മേഡം ഒന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. ഞാൻ അങ്ങനെ പ്രശ്നത്തിന് പോകുന്ന ഒരാളെ അല്ല. ഞാൻ മാന്യമായിട്ട് കുടുംബം പുരുഷോത്തമനോ? അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെ മേഡം. മേഡം അവിടെ ഒന്ന് അന്വേഷിച്ചു. അയാളുടെ അച്ഛനും ഇത് തന്നെയായിരുന്നു. നാട്ടുകാരുടെ സർവേ കല്ല് അയാൾ പാരാത്രി വന്നെടുത്ത് മാറ്റി. രാത്രിയാ വന്നെടുത്ത് മാറ്റിയത്. ഇപ്പൊ പണിക്കാരവിടെ നിക്കുക എല്ലാരും കൂടെ. മതിൽ കെട്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ മേഡം വന്നൊന്ന് സംസാരിച്ചാലേ ഇതൊരു പരിഹാരം കാണത്തുള്ളൂ. അല്ല വേറെ ആരും ഇടപെട്ടാലും കാര്യം നടക്കത്തില്ല. മേഡം തന്നെ ഒന്ന് വരണം. ഞാൻ നോക്കട്ടെ, ഞാൻ വരാം. അല്ല, ഞാൻ വന്ന് നോക്കാം. വളരെ ഉപകാരം. ശരി മേഡം. നേതാവേ ശരി എന്നാ. ശരി. എന്താടാ കാറ്റ് അങ്ങോട്ട് വീശി തുടങ്ങിയടി. ഞാനൊരാളോട് ചോദിച്ചു സേവനത്തിന്റെ പോണില്ലേന്ന്. ഇനിയിപ്പോ സേവനത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പുള്ളി പറഞ്ഞപ്പോ എനിക്ക് അന്നേരം മനസ്സിലായല്ലോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാരും നിന്നെ തേടിയല്ലേ വരുന്നത്. നീ അത് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം കേട്ടാ. മാത്യൂസ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാ. ദൂരതരം സൂക്കേടാണ്, സൂക്കേട്. ഇതിനൊന്നും മരുന്നില്ലല്ലോ. അവന് എന്തിന്റെ കുഴപ്പമാണോ? ആർക്കാണ് ഇവിടെ ക്രിമിക്കത്തുള്ളത്? എന്റെ ആങ്ങളെ പോലീസുകാരന്, അല്ലാതെ വേറെ ആർക്ക്? അല്ലെങ്കിൽ ആ രീതിയിൽ അവൻ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? അതെ, ഒരാൾ മെമ്പർ ആവുന്നത് അത് നിന്റെ കഴിവുകൊണ്ടല്ല നീ മെമ്പറായത്. അത് നീ മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഇവിടെ മെമ്പർമാരുണ്ടായിട്ടുണ്ട്. ഞാനും മെമ്പറായിരുന്നല്ലോ. മെമ്പർ ആവുമല്ലോ. അപ്പൊ ഇതിപ്പോ വലിയ കാര്യമൊന്നുമല്ല. മെമ്പർ ആയിരിക്കുമ്പോ ഒരാളെ കാണാൻ വരും ജനങ്ങൾ, പല ആവശ്യങ്ങളായിട്ട് വരും. മെമ്പർ അല്ലാതിരുന്നിട്ട് എന്നെ കാണാൻ പലരും വന്നിട്ടില്ലേ? പലതും ഞാൻ പരിഹരിച്ചിട്ടില്ലേ? പിന്നെ ഇവ എന്തിനാണ് ഇങ്ങനെ കുത്തി സംസാരിക്കുന്നത്? എന്റെ ക്ലീറ്റോ, അത് അവനൊരു തമാശ പറഞ്ഞല്ലേ. തമാശ? എടി, തമാശ എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാമോ? കേട്ടോണ്ടിരിക്കുന്ന ആളിന് സന്തോഷം ഉണ്ടാവണം, അതാണ് തമാശ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചങ്കിക്കുത്തി രീതി വിഷമിപ്പിച്ചിട്ടാണ്. എനിക്ക് നല്ല ചിരി വന്നല്ലോ, നിനക്ക് ചിരി വന്നില്ലേ? നിനക്ക് ചിരി വരുവടി. നിനക്ക് എന്നെ കൊല്ലണതാണല്ലോ നിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ, ഇത്ര വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം തന്നെ അങ്ങോട്ട് തിരിച്ചു പറയണായിരുന്നു. ഇവിടെ വന്ന് എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. എന്തിന് രാവിലെ നേരം വെളുക്കും മുമ്പേ നാട്ടുകാരെ കൂടെ കേൾപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, എന്തൊരു സന്മനസ്! നാട്ടുകാരെ കേൾപ്പിക്കാത്ത മുതല്. ഇതൊന്നുമല്ല, ക്ലീറ്റോന് നല്ല ക്രിമിക്കുത്തുണ്ട്. എന്നെ അവർ ഒത്തുതീർപ്പിന് വിളിച്ചതിൽ നല്ല വിഷമം. അതങ്ങോട്ട് പറഞ്ഞങ്ങ് തീർക്കുവാണെങ്കിൽ ആ വിഷമം അങ്ങ് തീരുവല്ലോ.
തന്നെ ആ എന്നാ നീ അങ്ങനെയാണെന്ന് കരുതി അങ്ങനെ തന്നെയാണ്. നീ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ചെല്ലുമല്ലോ, ഉവ്വ. ചെല്ല്. ആ. അപ്പ കാണാം ഇതിന്റെ ബാക്കി എന്താ സംഭവിക്കണേന്ന് കേട്ടാ. അതെ, ക്ലീറ്റോ ചെയ്യുന്ന പോലെ പൈസ മേടിച്ച് കരക്കാരെ പറ്റിക്കലല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒത്തുതീർപ്പാക്കാനാ പോണത്, ഒത്തുതീർപ്പാക്കും. ആയി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണണം. എന്താ ഈ കാണാനുള്ളത്? മുഖം ഇങ്ങനെ തന്നെ ഒന്ന് ഇങ്ങനെ കാണണം തന്നെ ഉണ്ടാവും ഈ മുഖം. കേട്ടാ. ഓ ആ എന്തൊരു പുത്തനച്ചി പുറംപുറം തൂക്കൂന്ന് പറഞ്ഞത് ചൊല്ലുണ്ട്, അതാണിത്. പുത്തനച്ചി പുരപ്പുറമെങ്കിലും തൂക്കുന്നുണ്ടല്ലോ. ഓ ആ ഒരു പുറം തൂക്കാത്ത ആൾക്കാര്. അടുപടിയും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. എന്ത് മോശം? കനമച്ചപ്പോ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? അതിപ്പോ നിങ്ങളെ കാണാമെന്ന് പറഞ്ഞ ക്ലീറ്റ മച്ചപ്പോടെ നെഞ്ചത്ത് കയറേണ്ട കാര്യമില്ല. അപ്പൊ നിനക്കും അത് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേ? കനകന് എന്നും പറയണ പോലെ ഒരു തമാശ അങ്ങ് പറഞ്ഞ്. അത് തമാശയായിട്ട് തോന്നി. കൊടങ്ങാവളക്കാരെല്ലാം കണക്കാ, എല്ലാം. ഒരു തമാശ പറയാൻ പറ്റില്ല. ആ എന്താ? ഒന്നുമില്ല. എന്തേലും പറഞ്ഞ നമുക്ക് വല്ലതും കിട്ടായിരുന്നാലും കഴിക്കാൻ. എന്തായാലും ഇലിപ്പണ്ണേ. എന്തോ ഇല്ലിമലാലി, എന്തോ ചപ്പാത്തി കഴിക്കാൻ ഇച്ചിരി കറി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അവിടെ ചപ്പാത്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ശണ്ട കൂടുന്നു രണ്ടുപേരോട്. ആര്? ക്ലീറ്റോച്ചാലും ചേച്ചി കൂടെ. എന്തുറ്റി? രാവിലെ തലപ്പൊന്നും കേട്ടില്ലേ? ഇല്ല, അവിടെ എന്തോ ചിരിയും ബഹളമൊക്കെ കിട്ടും. ഞാൻ വിചാരിച്ച് ചിരിയും ബഹളമെന്നോ? ആ മാത്യൂസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പരാതി പറയാൻ വേണ്ടിട്ട് ഇവിടെ വന്നു. ആരോട് പരാതി പറയാൻ? പറയുന്നേക്ക്. അപ്പൊ കനമച്ചമ്പി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ കനമച്ചമ്പി വിചാരിച്ച് സാധാരണ ക്ലീറ്റ ചേട്ടനെ അല്ലേ കണ്ട് കാണാൻ വരുന്നേ. പുള്ളി പറഞ്ഞൊരു ഒത്തുതീർപ്പിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു. ദോ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ക്ലീറ്റ ചേട്ടനോട് പേപ്പർ വെച്ചോണ്ടിരുന്നേ. ഞങ്ങൾ വലിയ കാര്യത്തെ മച്ചമ്പി എഴുന്നേറ്റ് എന്തോ മാത്യൂസ് എന്ന് ചോദിക്കും. അയ്യോ ഏതാവിനെയല്ല, ഞാൻ തങ്കച്ച മെമ്പറെ കണ്ട് പരാതി പറയാനാന്ന് പറഞ്ഞു. അതാകെ ഒരു ഷെയിമായി. ആ സമയത്ത് കിട്ടാൻ പറ്റിയ 2 ഗോള് കനമച്ചമ്പി അടിച്ച്. സംഘം കാറ്റ് വീശി തുടങ്ങിയടി, പഴയ നേതാവിനെ ആർക്കും വേണ്ടടി, ഇനി നിന്നെ മതിയെന്നൊക്കെ പറഞ്ഞു. ക്ലീറ്റ ചേട്ടൻ ഒന്നും ഇണ്ടാതെ അകത്ത് കയറിയിട്ട് തങ്കം ചേട്ടത്തിന്റെ ചെറിയ കശ്ഫിഷ്. എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്ത. അത് ലില്ലിപ്പെണ്ണ് പറയണം കേട്ടോ. കിട്ടിയ ഭാഗത്തെല്ലാം മിണ്ടാതിരിക്കാനുള്ളതിന് എവിടെ ഒരു ചാൻസ് ഇട്ട് അവിടെ എല്ലാം കയറി കനമച്ചമ്മി കുത്തും. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അപ്പം ജയിക്കുന്ന ആളെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ കാണാൻ പലരും വരുന്നത്. അതിന് അങ്ങനെ കുത്തേണ്ട കാര്യമുണ്ടോ? ഈ ഏട്ടന്റെ ഒരു കാര്യം പായി കിടക്കണം നാക്കം വെച്ച് മിണ്ടാതിരുന്നൂടെ? നാക്കോണ്ടെന്ന് പറഞ്ഞ എല്ലാരും എന്നും പറയുന്നതെന്ന്. ലില്ലിപ്പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട്. അതങ്ങോട്ട് കളാം. പിന്നെ കളയാനാ? ഈ കാണുന്നിടത്തെല്ലാം വെച്ച് ക്ലീറ്റോ മച്ചമ്പിയെ കനമച്ചമ്പി ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ലില്ലിപ്പെണ്ണ് പറ. നമ്മൾ കൊടങ്ങാള ഫാമിലി എവിടെ കണ്ടാലും കിട്ടുന്ന വാക്കിലെല്ലാം പുള്ളി ആണി അടിക്കുന്നു. ഉള്ളിക്കറി വേണ്ടേ? ഉള്ളിക്കറിയും അഭിപ്രായം അറിയണം. ഉള്ളിക്കറിയും കൂടി. തങ്കഞ്ചേട്ടത്തി വിളിക്കുന്നു. അങ്ങോട്ട് അവിടെയാണ്. ഉള്ളിക്കറി വേണ്ടേ? വേണ്ട, ഞാനേ പോണം. ലില്ലിപ്പെണ്ണേ, നീ പറ ശരിയാണ് ശരിയാണ് തെറ്റാണ് നീ പറ. എന്ത് ശരിയാണ് തെറ്റാണ്? ഈ കുടങ്ങാളക്കാരെ ഇങ്ങനെ സമയം പോലെ കുറ്റം പറഞ്ഞ ശരിയാണ് തെറ്റാണ് എങ്ങനെ തെറ്റാകും? ഈ കാണിക്കുന്ന ഏട്ടന്റെ ഈ നാക്കില്ലേ വായില് കിടക്കില്ലേ? ഞാൻ ചുമ്മാ അറിഞ്ഞ ഞാൻ നോക്കുമ്പോ അവിടെ ഭയങ്കര പത്രം വായന ഓരോ കാര്യങ്ങള് ചുമ്മാ വീണാൻ ഒരു ഒച്ചനക്കൊക്കെ വേണ്ടേ? ഞാൻ ഇങ്ങനെ ചുമ്മാ വെച്ച് ഇന്ന് ജനസേവനം ഒന്നും ഇല്ലേടേന്ന് ചോദിച്ചു. എന്റെ സേവനം അകത്താണ് പുറത്താണ്, വലിയ ഡയലോഗ്. പിന്നെ ഞാൻ വെറുതെ ഇരിക്കോ, ഞാൻ 1-2 പറഞ്ഞ് ചുമ്മാ ഇളകി കൊടുത്ത്. തിരിച്ചു പറഞ്ഞു. അവൻ ഒരു അക്ഷരം വേണ്ടില്ലല്ലോ. അവനത് ഇഷ്ടപ്പെട്ടു. അവനത് കുറെ നാളത്തെ ബഹളം അവനും വേണം ആഗ്രഹിച്ചു. പക്ഷെ അവൻ തിരിച്ച് പ്രതികരിച്ചില്ല. തിരിച്ചകത്ത് പോയി പ്രതികരിച്ച് അത് നല്ല കശപിശയായിട്ടുണ്ട്. എന്തിന് അവനെന്തിന് ഇനി അത് ചോദിക്കാൻ വേണ്ടി ചെല്ല്. ഇതൊക്കെ ഞാൻ അപ്പഴേ വിടില്ലേ. താക്കോലെടുത്താ? താക്കോലെടുത്തില്ലല്ലോ. ചേട്ടാ എവിടെ? താഴെ വരെ ആവശ്യമുണ്ട്. എന്തുമാത്രം ആൾക്കാർ അവളെ കാണാൻ വരുന്നത്. തങ്ക എന്തോ നിന്നെ കാണാൻ വീണ്ടും ആള്. പറഞ്ഞോ. ഞാൻ നിങ്ങളെ കാണാനല്ല, ക്ലീറ്റസ് നേതാവിനെ കാണാൻ വന്നതാ.
മച്ചമ്മയെ കാണാൻ വന്നേണോ? അതേന്നേ. മച്ചമ്മി, മച്ചമ്മി, ഓ ദാണ്ട ഒരാൾ കാണാൻ വന്നേക്കുന്നത്. ഉണ്ട് ഇവിടെ. ഉണ്ടല്ലോ. കാണാൻ വന്നേ. ഇവിടെ എല്ലാം ഓടി നടന്നു. ഏ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടെന്നേ. എന്താ വിഷയം എന്താ? നമ്മുടെ മാത്യുവേ ആ എന്റെ അതിരി കിടന്ന കല്ലൊക്കെ എടുത്ത് കളഞ്ഞ് ആകെ പ്രശ്നമായിരിക്കുകയാണ്. അവനെ ഏതോ ചില യൂക്ലി രാഷ്ട്രീയക്കാരെയൊക്കെ പോയി കണ്ടിരിക്കുന്നു. ആ ആ ആ പക്ഷെ എനിക്ക് ക്ലീറ്റസ് നേതാവ് വന്ന പ്രശ്നം ഒന്ന് പരിഹരിച്ച് പറ്റൂ. വേറെ ആര് വന്നാലും പറ്റൂല. പുരുഷോത്തമാ, യെസ്. തിരക്കാണ്, കുറേ പരിപാടികളുണ്ട്. എങ്കിലും ഇപ്പം നമ്മുടെ നടയിൽ വന്ന് ഒരാൾ ഒരു കാര്യം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉപേക്ഷിക്കൂല. എനിക്ക് അത് മതി. പിന്നെ ധൈര്യമായിട്ട് വെക്കോ, കേസ് ഞാൻ ഏറ്റെടുത്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ വൈകുന്നേരം ഒന്ന് വിളിക്കണം. വിളിക്കാം. 4 മണി കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണം. 3 മണിക്ക് വേണേലും വിളിക്കാം. അല്ല വേണ്ട, 4 മണി കഴിഞ്ഞ് വിളിക്കാം. ആ സമയത്ത് വിളിച്ചാൽ മതി. ശരി. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. 3 മണിക്കൊക്കെ വേറെ തിരക്കുകളുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പൊക്കോ, കേസ് നമ്മുടെ കയ്യിലാണെന്ന് കരുതിക്കോ. ഉറപ്പാണേ. പൊക്കോ, ഞാൻ ഏറ്റെടുത്തല്ലോ. വിളിച്ചാൽ മതി കേട്ടാ. ചെല്ല് Okay. ചെല്ല്, സന്തോഷമായിട്ട് ചെല്ല്. ആ ഇല്ലേ മോളെ, ആ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നീ? പഴകുന്തോറും ചില വീര്യം കൂടും. അങ്ങനെ ഒരു മുതലാണ് ഈ നിൽക്കുന്ന ഞാൻ, ക്ലീറ്റസ് മത്തായി. അല്ലേ? എന്നെ അന്വേഷിച്ച ആൾക്കാർ ഇനിയും വരും. കാറ്റ് എങ്ങോട്ടും വീശിയിട്ടില്ല, ഇങ്ങോട്ട് വരാനുള്ള കാറ്റ് ഇങ്ങോട്ട് തന്നെ വരും. അതെന്താണെന്ന് അറിയുമോ? ക്ലീറ്റസ് മത്തായിലുള്ള വിശ്വാസം. അതിന് എനിക്ക് സ്ഥാനമോ മാനമോ ഒന്നും വേണ്ട. ആൾക്കാർക്ക് അറിയാം, ക്ലീറ്റസ് മത്തായി ഒരു കേസ് ഏൽപ്പിച്ചാലേ അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിച്ച് കൊടുക്കുമെന്ന്. അതാണ് ക്ലീറ്റസ് മത്തായി. അതൊക്കെ ചിലരും മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടാ. മച്ചമ്മിക്ക് ജയ്. അതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിലും ക്ലീറ്റസ് നടത്തുമെന്ന് പറയാൻ നടത്തിയിരിക്കും. കാറ്റിന് ഈ വഴിക്ക് വീശുന്നുണ്ടോ ഇന്ന്? ഓ, കാറ്റ് ഈ വഴിക്ക് ഇപ്പോഴെങ്ങാനും വീശുവന്ന്. അകത്ത് ഫാൻ ഇട്ടിരുന്നാൽ മതി, നന്നായിട്ട് കാറ്റ് വീശും. വരട്ടല്ലേ മോളെ? ഞാനും വരുന്നേ. ചേച്ചി എന്തേ ക്ലീറ്റോ ചേട്ടനോടെ പോയി? ആ വന്നാളുടെ കൂടെ പോയല്ലോ. പോയാ? ഇപ്പൊ തന്നെ ഇറങ്ങി. ചേച്ചി പോണില്ലേ? പിന്നെ പോണം. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാ? ഓ പോകുന്നുണ്ടാ? പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചതല്ലേ. എന്തിനാ ചേച്ചി പോണത്? ചേച്ചി പോവണ്ട. അതെന്തി? അത് ക്ലീറ്റോ ചേട്ടനൊക്കെ പോയി ശരിയാക്കിക്കോളും. എന്തിന്? എന്നെയല്ലേ വിളിച്ചത്? ഞാനല്ലേ മെമ്പർ. ചേച്ചിയൊക്കെ അവിടെ പോയിട്ട് രാഷ്ട്രീയമായിരിക്കത്തില്ല ചർച്ച, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാവും. നിങ്ങൾ തമ്മിൽ ഇടിയാവും. ചേച്ചി പോവണ്ട. അതെ, എനിക്ക് പോവാതിരിക്കാൻ പറ്റൂല. ചേച്ചി പോവണ്ട ചേച്ചി. ആരെങ്കിലും ഒക്കെ എടുത്ത് നിങ്ങളുടെ വഴക്ക് ഫേസ്ബുക്കിലിടും. പിന്നെ നാണക്കേട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കും. എന്റെ ലില്ലി, ഞാൻ എന്തെന്നും പറഞ്ഞ് പോവാതിരിക്കും? ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുന്ന ആളല്ലേ. എന്നെ ഈ ജനങ്ങളല്ലേ ജയിപ്പിച്ചത്. ആ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞാനല്ലേ പരിഹരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നീ പറ, എന്നോട് ഈ പറഞ്ഞത് ക്ലീറ്റോനോട് പോയി പറ. ക്ലീറ്റോനോട് ഇവിടെ ഇരിക്കാൻ. അതെങ്ങനെ ഇരിക്കാൻ പറയും? ചേച്ചിക്കും ചേച്ചിയുടെ പാർട്ടിക്കും മാത്രമുള്ള ഉത്തരവാദിത്വം. ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? എന്ത് ഉത്തരവാദിത്വം? ചേച്ചിയൊക്കെ ഭരണപക്ഷമാണെങ്കിലേ ക്ലീറ്റോ ചേട്ടനൊക്കെ പ്രതിപക്ഷമാ. ആ എന്ത് പ്രതിപക്ഷം? ക്ലീറ്റോന്റെ ഒരു പക്ഷം പോലും ഇല്ല അവിടെ. പ്രതിപക്ഷമൊന്നും അല്ല ക്ലീറ്റോ ഒന്നും. ചുമ്മാ എല്ലാത്തിന്റെ ഇടയിൽ വന്ന് കേറുന്നതാണ്. ഞാൻ പോണതിനകത്ത് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടല്ലോ. നീ ഇത് ചെന്ന് നിന്റെ ക്ലീറ്റോ ചേട്ടനോട് പറയാനല്ലേ പറഞ്ഞു. എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. ക്ലീറ്റോ ചേട്ടനോട് പറയാൻ പറ്റും, എനിക്ക് ചേച്ചിയോടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ചേച്ചി പറയാ ഇത് ക്ലീറ്റോ എങ്ങനെയെങ്കിലും പരിഹരിക്കുന്നു. പിന്നെ ക്ലീറ്റോ പരിഹരിച്ച് ബാക്കിയായി. എന്നെ വിളിച്ച കാര്യത്തിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലേ അത് പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ അധികാരികളും ഉണ്ട്. അതാണ് ഞാൻ. അതിന് ചേച്ചി എങ്ങനെ ഗവൺമെന്റ് ആകും? പഞ്ചായത്ത് പിന്നെ ഗവൺമെന്റ് അല്ലേ ലില്ലി? അവിടുത്തെ മെമ്പർ അല്ലേ ഞാൻ? അപ്പൊ ഞാൻ അധികാരിയല്ലേ? ഇതേ ചേച്ചിക്ക് കേറുന്നതിന് മുന്നേ അധികാരം തലയ്ക്ക് പിടിച്ചതാ. ഞാനൊന്നും പറയും. പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യോ? ചേച്ചിനെ അങ്ങ് വിടാതിരിക്കാനാണ് എല്ലാവർക്കും ധൃതി. കഷണ്ടിക്ക് പരിഹാരവുമായി ഇതാ ജെറൂഷ് തക്കലയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ്, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, അതുല്യമായ സേവനം. ഇനി തലവിധി മാറ്റാം.
മെമ്പറും നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. 23.5 സെന്റാണ് ഇത് മൊത്തം. ആ അതിർത്തിയിൽ നിന്ന് ഈ അതിർത്തി വരെ വലിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സർവേറെ വിളിച്ചൊന്നും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹം രാത്രിക്ക് രാത്രി വന്നിട്ട് ഈ കല്ലെടുത്ത് മാറ്റുക. ഇവിടം വരെ ഇപ്പൊ കല്ല് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ തെങ്ങ് നമ്മുടെ ഭാഗത്താ. ഇങ്ങൊരു ഇതെടുത്ത് ഇപ്പുറത്തോട്ട് ചോദിച്ചു നോക്ക്. നിങ്ങൾ ഈ പറമ്പ് ചുറ്റി നടന്നിട്ട് കാര്യമില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. അതായത് ഇത് ഒരു ഒത്തുതീർപ്പിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളെ പേരെന്താ പറഞ്ഞ? എന്റെ പേര് മാത്യൂസ്. മാത്യൂസ്, ഇത് പുരുഷോത്തമന്റെ അച്ഛൻ നട്ട തെങ്ങാണ്. ഇത് ഇവിടെ നിന്നാണ് അതിര് പോണത്. അച്ഛൻ വെച്ചോ അമ്മാവൻ വെച്ചോ എന്നല്ല, നിങ്ങൾ സർവേറെ വിളിച്ചുകൂടെ ആളെന്ന് നോക്ക്. അല്ല പറയുന്നുണ്ടല്ലോ ഈ അച്ഛൻ വെച്ചതാന്ന് പറയുന്നുണ്ടല്ലോ, എന്താ തെളിവ്? അമ്മ എടുത്ത് വെച്ചാൽ അമ്മ പറഞ്ഞു ഇത് അച്ഛനും അമ്മയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അമ്മമ്മയെ കൊണ്ട് പറയിപ്പിക്കണോ? അതും പറയിപ്പിക്കാം. ചുമ്മാരിക്കുന്നുണ്ടോ? അതൊക്കെ അങ്ങ് വീട്ടില് ആ പരിപാടി. അതെ, ഈ നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചാൽ അറിയാം, ഈ പുരുഷോത്തമൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് കല്ല് മാറ്റുന്ന പരിപാടിയുണ്ട്. ഇത് കല്ല് മാറ്റിയത് തന്നെയാണ്. ശരിയാ അത് പറഞ്ഞു. പുരുഷോത്തമൻ സാർ എന്നോടും പറഞ്ഞു കല്ല് മാറ്റിയത്. എന്നാ പിന്നെ അതങ്ങ് സമ്മതിക്കാൻ പാടില്ലേ? കല്ലിന്റെ അസുഖം ഉണ്ട് അയാൾക്ക്. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി ആ കല്ലങ്ങ് മാറ്റി. അല്ലാതെ അയാൾക്ക് ഈ കല്ല് മാറ്റേണ്ട നേതാവ് ഒരു കാര്യം അന്വേഷിക്കാം, നാട്ടുകാരോട് പോയി അന്വേഷിക്കാം. ഒരാളെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അയാൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ഈ പുരുഷോത്തമൻ സാറ് ഈ സർവേറെ വിളിച്ചിട്ട് അളക്കാൻ സമ്മതിക്കാത്ത? എന്താ അളവും കാര്യമൊക്കെ അയാളുണ്ട്. ഒരു ഭൂമിയിലെ തർക്കം വരുമ്പോ അതിനവിടെ ഗവൺമെന്റ് ഇടപെടണം. അതിന് നിങ്ങൾ എന്താ സമ്മതിക്കാത്തത്? എന്റെ അച്ഛൻ നട്ട തെങ്ങാണ് പെങ്ങളെ. എന്ത് വന്നാലും നമുക്കിത് നാളെ രാവിലെ തന്നെ മാത്യു ആളെ നിർത്തി കെട്ടിച്ചു. പാർട്ടിക്കാരുണ്ട് കൂടെ, ഞങ്ങളല്ലേ ഭരിക്കുന്നേ. നിങ്ങളെ മതില് കെട്ടിക്കൂല, നിങ്ങൾ മാത്യുവിനെ കൊണ്ട് പറഞ്ഞ പെണ്ണ് കെട്ടി. അല്ലാതൊന്നും നടക്കൂല ഇവിടെ ഭരണപക്ഷത്തിനാണോ പ്രതിപക്ഷം പോലും അല്ലാത്ത നിങ്ങൾക്കാണോ വില എന്നുള്ളത് ഞാൻ പറയണല്ലോ. ഭരണപക്ഷം ഞങ്ങള് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. മണ്ണ് മാന്തി ഭൂമി സ്വന്തമാക്കാൻ ഈ കള്ളത്തിലല്ല. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അല്ലെങ്കിൽ സർവേർ വരട്ടെ, ഭൂമി അളക്കട്ടെ. കല്ല് മാന്തിയ പാടുണ്ടോ? കല്ല് മാന്ത അത് ഇവിടെ വല്ല നായയോ വല്ല പെരിച്ചാഴിയോ വല്ല മാന്തിയായിരിക്കും. അല്ല പെരിച്ചാഴി ഈ കല്ലെടുക്കാൻ മാത്രം ഇങ്ങോട്ട് വരാൻ പോകില്ല. ഈ അദ്ദേഹം പാരാത്രിക്ക് വന്ന് മാറ്റുന്ന ഇത് നാട്ടുകാർ വിളിക്കുന്ന തൊരപ്പനെന്നാ. എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നത്? തർക്കത്തിന്റെ ആവശ്യമില്ല. നാളെ കല്ല് കെട്ടാനുള്ള ഏർപ്പാട് ചെയ്തോ. കാര്യം പിന്നെ പാർട്ടി ഉണ്ട് കൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. കുടിങ്ങി RDPയുടെ ഈ കൊടി ഇവിടെ തന്നെ കാണാം. പുരുഷോത്തമ, അവരേതായാലും രണ്ടും കൽപ്പിച്ചാണ്, നമ്മളപ്പം 4 കൽപ്പിച്ചാണ്. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പൊ അവൻ കെട്ടും എന്നുള്ള വാശിയിലാണെങ്കിൽ അത് നമുക്കൊന്ന് കാണണം. അപ്പോ ഇവര് രാത്രിക്ക് രായമാനം ഇത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്കേ രാത്രിക്ക് ഇവിടെ കാവലായിട്ട് ഒരു 10 കിങ്കരന്മാരെ, പാർട്ടിയിലെ ആചാരബാഹുക്കളായ ഒരു 10 കിങ്കരന്മാരെ നമ്മളിവിടെ ഇറക്കി അവര് രാത്രി ഫുൾ ഇവിടെ കാവലാണ്. ഇവന്മാർ കെട്ടണം നമുക്കൊന്ന് കാണണമല്ലോ. പിന്നെ ഈ വരണ ഒരു പന്തൽ നമുക്ക് വേണം. ഇവർ രാത്രി വരണ കിങ്കരന്മാർക്ക് മഞ്ഞും ഇതൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി അവർക്ക് ഇച്ചിരി കിടന്ന് ഉറങ്ങണമെങ്കിലും ഒക്കെ അത് നമ്മൾ വിജയനുണ്ടല്ലോ, പന്തൽ വിജയൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ അവർ പന്തലിട്ട് തരും. അതിന് ഒരു 10-50,000 രൂപ ചിലവ് വരും, അത്രേ ഉള്ളൂ. നല്ലൊരു പന്തൽ സ്ട്രോങ് ആയിരിക്കണമല്ലോ, രാത്രിയല്ലേ. പിന്നെ അവർ നൈറ്റ് കഴിഞ്ഞാൽ അവർ നൈറ്റ് ഷിഫ്റ്റ് മാറ്റി നമുക്ക് ഡേയിൽ വേറെ കുറേ കിങ്കരന്മാരെ ഇറങ്ങണം. അതൊരു 10 പേര്. അപ്പോൾ രാത്രി വരണവർക്ക് പൊറോട്ട ആയിരിക്കും നല്ലത്, അവർക്ക് അതിൽ ഉറങ്ങും, സ്ട്രോങ് ആയിരിക്കണമല്ലോ. പിന്നെ രാവിലെ വരണവർക്ക് രാവിലെ കാപ്പി, ബീഫും വെള്ളം അങ്ങനെ ഉണ്ട്, നോൺ വെജും ഉണ്ട്. അപ്പോൾ അത് രാവിലെ കാപ്പി, ഉച്ചക്കുള്ള ഊണ്. പിന്നെ വൈകുന്നേരത്തെ അവരെ കഞ്ഞിയോ ചമ്മന്തിയോ പിന്നെ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ
ഇതിനെല്ലാം വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ പുരുഷോത്തമനെ അതിൻ്റെ പുറകെ അലയണ്ട. അതിൻ്റെ പൈസ കഴിഞ്ഞ് തന്നാൽ ഞങ്ങൾ തന്നെ അതെല്ലാം ചെയ്യും. നായരെ കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുക, അതാകുമ്പോൾ നല്ലത്. നായരാകുമ്പം കാര്യങ്ങളെല്ലാം അറിയാം. നായർക്ക് നമ്മൾ ഇതുവരെ പല കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആകമൊത്തം ഒരു തുക നമുക്കൊരു ദിവസം എത്രയാണെന്ന് അറിയില്ല, എങ്കിലും ഞാനൊരു ഉദ്ദേശം പറയാം. അപ്പോൾ നമുക്കൊരു 5 ദിവസത്തെ കണക്കിനാണെന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ കൊണ്ടെല്ലാം സോൾവ് ആവുമെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് തീർക്കാം. പിന്നെ ദിവസം അങ്ങോട്ട് കൂടണമെങ്കിൽ ഓരോ ദിവസവും ഒരു 25,000 രൂപ വെച്ചിട്ട് ചിലവ് മാറ്റിക്കോ. പുരുഷോത്തമ, ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം വരെ DDT നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് നില്ല അങ്ങോട്ട് കേട്ടാ. ധൈര്യമായിട്ട് അങ്ങനെ അങ്ങ് പറ്റൂലല്ലോ. മാത്യൂസേ, അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരൊരു 10-25 പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഫുഡോ കുപ്പിയോ എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കണം. ചിലവിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഇവിടെ പൈസ ചിലവാക്കിയാൽ നമുക്കത് കെട്ടിത്തീർക്കണ്ടേ. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് മാത്യൂസേ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട്. ഓക്കെ? ചേട്ടൻ ഇനി അപ്പൊ വീട്ടിലോട്ടാണോ? ആ, ഞാൻ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോത്തിയുള്ളൂ. ചേട്ടാ അവരിയ്ക്കുന്നു. ആ, കണ്ട് എന്റെ കർത്താവിനാണ് എന്റെ പുരാണം. ഇവന്മാരുടെ അടുത്തൊന്നും നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇവര് കേൾക്കൂല. ഇപ്പൊ രണ്ടുപേരും കൂടെ നിന്ന് ആലോചിക്കുന്നുണ്ടാവും. നമ്മളെന്തോരം ഒത്തുതീർപ്പ് കേസിന് പോയേക്കണ്. അമ്പലും വില്ലിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കൂല. ഇപ്പൊ രണ്ടുപേരുടെയും തലയിൽ എന്തെങ്കിലുമൊക്കെ ആലോചനകൾ നടക്കണുണ്ടാവും. ഉറപ്പായിട്ടും കാര്യം പറഞ്ഞപ്പോ മാത്യുവിന്റെ മുഖരിക്കണുള്ളായിരുന്നു. വന്ന് പുരുഷോത്തമന്റെ വിളി വന്ന് നോക്കട്ടെ. ഹലോ. ഹലോ നേതാവേ, ഓ, ഞാനാ പുരുഷോത്തമൻ പിള്ള. ആ പറയൂ പുരുഷോത്തമാ. അത് ഞാനും മാത്യുവും കൂടെ ഞങ്ങളുടെ അതിര് തർക്കം അങ്ങ് സോൾവ് ആക്കിയിട്ടുണ്ട്, സെറ്റിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റിലായ? ആ പിന്നെ അത് പറഞ്ഞങ്ങ് തീർത്ത് ഞങ്ങൾ. എന്നാ പണിയാണ് കാണിച്ചെന്ന്? ഇനിയിപ്പോ അതങ്ങ് പോട്ടെ. ആ പിന്നെ ഒരു കാര്യം കൂടെ, ഓ, പോണ പോക്കിനെ ആ കൊടിയും കൂടെ ഒന്ന് എടുത്തോണ്ട് പോയെങ്കിൽ പറമ്പൊന്ന് വൃത്തിയായേനെ. ആയിക്കോട്ടെ, ഞാൻ ആരെങ്കിലും വിടാൻ നോക്കാം. ഇപ്പൊ തീർപ്പായല്ലോ കാര്യങ്ങള്. ശരി എന്നാ, ഓക്കെ. അവര് മച്ചായി. ലാസ്റ്റ് അവിടെ ഒരു 2 കൊടി വെച്ചിട്ടുണ്ട് 2 പാർട്ടി. അതൊന്നും എടുത്തോണ്ട് പോവോ? എന്തായാലും തങ്കത്തിന്റെ ഈ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധി ഈ തലേന്ന് വന്നതല്ല, പിന്നെ അത് ദാണ്ട നിൽക്കുന്നു ഈ 10 തലയുള്ള രാഷ്ട്രീയ രാവണന്റെ തലേന്ന് വന്നതാ. അപ്പോ ആ കൈ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്തായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു ബുദ്ധി രാക്ഷസ.